നമസ്കാരം. നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം ഇത്രയും സന്തോഷകരമാകാൻ കാരണം അദ്ദേഹം തോൽപ്പിച്ചത് കേരളം കണ്ട ഏറ്റവും കാപട്യം നിറഞ്ഞ നികൃഷ്ടനായ ഒരുത്തനെ ആണെന്നതാണ്. കമ്മ്യൂണിസം എന്ന പ്രാകൃത ആശയം സ്വന്തം വീട്ടിൽ പോലും നടപ്പാക്കാത്ത, സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവി ചമഞ്ഞു നടക്കുന്ന പൂമരന് സ്വന്തം പഞ്ചായത്തിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നോർക്കണം. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന ഹമാസിനെ പോലുള്ള തീവ്രവാദികളെ പിന്തുണച്ചാൽ വോട്ട് കിട്ടുമെന്നാണ് പൂമരൻ കരുതിയത്. പക്ഷേ ഹമാസോളികളും പൂമരനെ കൈവിട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വേലയും കൂലിയും ഇല്ലാത്ത പൂമരൻ 36 ലക്ഷത്തിന്റെ അമേരിക്കൻ നിർമ്മിത കാറിൽ സഞ്ചരിച്ചുകൊണ്ട് ഇനിയും അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ആഞ്ഞടിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല. അതുപോലെ കമ്മ്യൂണിസം എന്ന പ്രാകൃത ആശയം സ്വന്തം വീട്ടിൽ കയറ്റില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിച്ച് എങ്ങനെ ലളിത ജീവിതം നയിക്കുമെന്ന് മാലോർക്ക് ക്ലാസ് എടുക്കുകയും ചെയ്യും. പൂമരന്റെ തുടർച്ചയായ രണ്ടാമത്തെ തോൽവിയാണിത്. വേറെ ആര് ജയിച്ചാലും പൂമരൻ ജയിക്കരുതെന്ന തീരുമാനം ഇവൻ മത്സരിക്കുന്ന മണ്ഡലത്തിലെ ജനങ്ങൾ മാത്രമല്ല, സ്വന്തം പാർട്ടിക്കാർ പോലും എടുക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇനിയിപ്പോൾ എന്റെ നാട്ടുകാർക്ക് വിവരമില്ല, തോറ്റത് ഞാനല്ല എന്റെ നാട്ടുകാരാണെന്ന് പറഞ്ഞ് പൂമരൻ സോഷ്യൽ മീഡിയയിൽ കാണ്ടം എഴുതും. അതിന് കൈയടിക്കാൻ എല്ലിൻ കഷ്ണങ്ങൾക്ക് വേണ്ടി മുട്ടിലിഴയുന്ന ഇവിടുത്തെ സാംസ്കാരിക നാറികളും കൂടെയുണ്ടാകും. എന്തായാലും പൂമരനെ സ്വന്തം പഞ്ചായത്തിലടക്കം തറപറ്റിച്ച നിയുക്ത നിലമ്പൂർ MLA ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് അഭിനന്ദനങ്ങൾ. കടപ്പാട് ജിതിൻ കെ ജേക്കബ്, ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി.